ചൊവ്വയിൽ കുറച്ച് സ്ഥലം വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഇനി തമാശയായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ചൊവ്വയിലെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ചൊവ്വയുടെ അന്തരീക്ഷത്തെ പരിവർത്തനം ചെയ്യാനും ഭൂമിയെ പോലെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ സ്ഥലമാക്കി മാറ്റാനും പദ്ധതിയിടുന്നതായി ഇലോൺ മസ്ക് 2023 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറാഫോമിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്രിയ ചൊവ്വയിൽ അത് ചെയ്യാൻ ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് ഉണ്ടെന്നുള്ള നിഗമനത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ 20 വർഷത്തിനുള്ളിൽ ഒരു ടൗൺഷിപ്പ് തന്നെയാണ് മസ്കിന്റെ സ്പേസ് എക്സ് വാഗ്ദാനം ചെയ്യുന്നത്. ഏകദേശം 20 വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ സുസ്ഥിരമായ ഒരു നഗരം സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി ഇലോൺ മസ്ക് വന്നിരിക്കുന്നു. എക്സിൽ അടുത്തിടെ ഒരു പോസ്റ്റിൽ മസ്ക് പ്രഖ്യാപിച്ചതുപോലെ 2026 ചൊവ്വയിലേക്ക് ആദ്യത്തെ സ്റ്റാർഷിപ്പുകൾ വിക്ഷേപിക്കാൻ സ്പേസ് എക്സ് ഒരുങ്ങുകയാണ്. ഇതിനായി 2 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ അൺക്രൂഡ് സ്റ്റാർഷിപ്പുകൾ ചൊവ്വയിലേക്ക് വിക്ഷേപിക്കുമെന്ന് സ്പേസ് എക്സ് അറിയിച്ചു. മസ്ക് വിവരിച്ച സ്പേസ് എക്സിന്റെ അതിമോഹമായ ചൊവ്വ പ്ലാനിന്റെ ടൈം ലൈൻ പ്രകാരം ക്രൂ ഇല്ലാത്ത ലാൻഡിംഗ് വിജയകരമാണെങ്കിൽ 4 വർഷത്തിനുള്ളിൽ ക്രൂഡ് ദൗത്യങ്ങൾ പിന്തുടരാനാകും. ഇത് 2030 ചൊവ്വയിലേക്കുള്ള മനുഷ്യയാത്ര യാഥാർത്ഥ്യമാക്കും എന്നാണ്. ഭൂമിയുടെ ഭ്രമണപഥം, ചന്ദ്രൻ, ചൊവ്വ എന്നിവയിലേക്കുള്ള ക്രൂ, കാർഗോ ദൗത്യങ്ങൾ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് സംവിധാനം സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ്. ഈ അതിമോഹമായ ലക്ഷ്യത്തോടെ ഫ്ലൈറ്റ് ഫ്രീക്വൻസി ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു ഭാവി അദ്ദേഹം വിഭാവനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. 400 അടി ഉയരത്തിൽ നിൽക്കുന്ന സ്റ്റാർഷിപ്പ് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ റോക്കറ്റാണ്. 16.7 ദശലക്ഷം പൗണ്ട് ത്രസ്റ്റ് സൃഷ്ടിക്കുന്നു. സെക്കൻഡിൽ 7.5 കിലോമീറ്റർ വേഗതയിൽ ചൊവ്വയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാനും വായുചലനപരമായി വേഗത കുറയ്ക്കാനുമാണ് പേടകം ലക്ഷ്യമിടുന്നത്. വാഹനത്തിന്റെ ഹീറ്റ് ഷീൽഡ് ഒന്നിലധികം എൻട്രികൾക്കായി നിർമ്മിച്ചതാണെങ്കിലും അന്തരീക്ഷ പ്രവേശന സമയത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന താപനില കാരണം ചില തേയ്മാനങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ 1 ടൺ പേലോഡ് ചൊവ്വയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏകദേശം $1 ബില്യൺ ചിലവ് വരും. എന്നാൽ ഈ ചെലവ് 1 ടണ്ണിന് $1 ലക്ഷം കുറയ്ക്കാൻ സ്പേസ് എക്സ് ലക്ഷ്യമിടുന്നു. ഇത് നേടുന്നത് ഒരു പ്രധാന സാങ്കേതിക വെല്ലുവിളി ആയിരിക്കുമെന്നും മസ്ക് പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ സാധ്യതയിൽ ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഏകദേശം 20 വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ ഒരു സ്വയം സുസ്ഥിര നഗരം സ്ഥാപിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തോടെ ആ സമയം മുതൽ വിമാന നിരക്ക് വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്തത് എന്ത് എന്നാണ് മസ്കിന്റെ ചിന്ത എന്ന് തീർച്ചയാണ്. ഒരു മൾട്ടി പ്ലാനറ്ററി സ്പീഷീസായി മാറുന്നത് മനുഷ്യന്റെ അവബോധത്തിന്റെ ദീർഘായുസ് വർദ്ധിപ്പിക്കുമെന്നും മസ്ക് വിശ്വസിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മനുഷ്യരാശിയുടെ നിലനിൽപ്പ് ഇനി ഒരു ഗ്രഹത്തെ മാത്രം ചുറ്റിപ്പറ്റി മുന്നോട്ട് പോകാനാകില്ല എന്നും മസ്ക് പറയുന്നുണ്ട്. ശതകോടീശ്വരനായ 53-കാരൻ മസ്ക് സ്പേസ് എക്സ് ജീവനക്കാർക്ക് ബഹിരാകാശ വസ്ത്രങ്ങൾ നിർമ്മിക്കാനും ഡോം വാസസ്ഥലങ്ങൾ ആസൂത്രണം ചെയ്യാനും ചൊവ്വയിൽ മനുഷ്യർക്ക് പുനരുൽപാദനം സാധ്യമാണോ എന്ന് അന്വേഷിക്കാനും നിർദ്ദേശങ്ങൾ ഇതിനോടകം നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്ലാനിംഗ് പിന്നണിയിൽ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് വിവരം. ഇനി പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തമാശയോ ഒക്കെ ആയി തോന്നാം. ചൊവ്വയിൽ മനുഷ്യർക്ക് കുട്ടികൾ ഉണ്ടാകുമോ എന്ന് മറ്റൊരു മെഡിക്കൽ ടീം പഠിച്ചു വരികയാണ്. കൂടാതെ ഈ പരീക്ഷണങ്ങൾക്കായി മസ്ക് തന്റെ ബീജം നൽകിയെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ചന്ദ്രനിലേക്കും ബഹിരാകാശത്തേക്കും ചൊവ്വയിലേക്കും വരെ ആളുകളെ എത്തിക്കുന്നതിനായി വൻതോതിൽ ബഹിരാകാശ വാഹനങ്ങൾ നിർമ്മിക്കാനാണ് മസ്ക് ഒരുങ്ങുന്നത്.